എത്ര വലിയ കൊമ്പനാണെങ്കിലും തനിക്ക് പറ്റില്ലെന്ന് തോന്നിയാൽ അവരെ പിന്നെ വലിച്ച് താഴെ ഇടുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്വഭാവം. ട്രംപും പുടിനും തമ്മിൽ ശീതയുദ്ധം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പോഴത്തെ പ്രധാന കാരണം ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള ഉക്രൈൻ്റെ ആക്രമണത്തിൽ തല താഴ്ന്നുപോയ പുടിൻ അടുത്ത കാലത്തൊന്നും യുദ്ധം അവസാനിപ്പിക്കുക എന്ന ആശയത്തിലേക്ക് എത്താനും പോകുന്നില്ല. ഈ അവസരത്തിലാണ് മാക്സിമം പുടിനെ പ്രകോപിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത്. യുക്രൈനുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 50 ദിവസത്തെ സമയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ട്രംപ് നൽകിയിട്ടുള്ളത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. റഷ്യയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം അസന്തുഷ്ടരാണ്. അതിനാൽ തന്നെ അവർക്കെതിരെ കഠിനമായ താരിഫുകൾ ചുമത്താൻ പോവുകയാണ്. 50 ദിവസത്തിനുള്ളിൽ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഏകദേശം 100% താരിഫുകൾ ചുമത്തും. അതിനെ ദ്വിതീയ താരിഫുകൾ എന്ന് വിളിക്കുമെന്നാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് പറയുന്നത്. മാത്രമല്ല, പുടിനോട് തനിക്ക് കടുത്ത നിരാശയുണ്ടെന്നും ട്രംപ് ആവർത്തിക്കുകയുണ്ടായി. മാസങ്ങൾക്ക് മുൻപ് അവരൊരു കരാറിൽ എത്തിച്ചേരുമെന്നായിരുന്നു താൻ കരുതിയിരുന്നത്. ഇനി സെപ്റ്റംബറോടുകൂടി വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്താൻ പോവുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദ്വിതീയ താരിഫുകൾ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ലെവികൾ ചുമത്തുന്നതിന് വഴിവെക്കും. ചൈന, ബ്രസീൽ, ഇന്ത്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഊർജ്ജ പദ്ധതിയുടെ ഭാഗമായി റഷ്യൻ ഇന്ധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിനാൽ തന്നെ താരിഫുകൾ ഈ രാജ്യങ്ങൾക്കെതിരെയും വരും. ഇതിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താനാണ് ട്രംപിന്റെ ശ്രമം. അമേരിക്ക റഷ്യ പോര് വീണ്ടും പുതിയ തലത്തിൽ എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന പ്രഖ്യാപനവുമായി ട്രംപ് നേരത്തെ എത്തിയിരുന്നു. മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പലപ്പോഴും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പുടിൻ വളരെ മനോഹരമായി സംസാരിക്കുമെന്നും എന്നാൽ വൈകുന്നേരമാവുമ്പോൾ എല്ലാവരെയും ബോംബെറിയുകയും കൊല്ലുകയും ചെയ്യുമെന്നാണ് ട്രംപ് കളിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന് പ്രതിരോധം തീർക്കാൻ മിസൈലുകൾ നൽകുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പാട്രിയറ്റ് മിസൈലുകൾ എത്ര എണ്ണമാണ് യുക്രൈന് നൽകുന്നത് എന്ന കാര്യം ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് അതിൻ്റെ ചെലവ് വഹിക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. നേരത്തെ റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പുടിൻ്റെ പിടിവാശിയാണ് കാര്യങ്ങൾ അവതാളത്തിലാക്കിയതെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെയൊന്നും ട്രംപിനെ ഭയപ്പെടുന്ന ആളല്ല പുടിൻ എന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ട്രംപിൻ്റെ പരിപ്പുകളൊന്നും അങ്ങോട്ട് ബാധിക്കില്ല എന്നത് ഉറപ്പു തന്നെയാണ്. ആകെ ഒരു സംശയമുള്ളത് ട്രംപിന്റെ ഇപ്പോഴത്തെ നടപടിയോട് പുടിൻ എങ്ങനെ പ്രതികരിക്കും എന്നത് മാത്രമാണ്.